നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ +1 ഫോക്കസ് ഏരിയയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ എസ് ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞ സെഷനിൽ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് +1 കെമിസ്ട്രിയിലെ പുതിയൊരു ചാപ്റ്ററാണ്, ചാപ്റ്റർ 14 എൻവയറമെന്റൽ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ വളരെ ചെറിയൊരു ചാപ്റ്ററാണ് എൻവയറമെന്റൽ കെമിസ്ട്രി. മാർക്ക് ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ് പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇതിന്റെ നോട്ട്സ് നിങ്ങൾ എഴുതിയെടുക്കുക. നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. ആ ടെലഗ്രാം ചാനലിൽ ഇതിന്റെ നോട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതുവരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഓരോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സിന്റെ ഒരു ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതുവരെ ചെയ്ത ക്ലാസ്സുകളുടെ എല്ലാം പ്ലേലിസ്റ്റും കൂടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും ടോപ്പിക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് കയറി ആ ക്ലാസ് കയറി കാണാവുന്നതാണ്. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. അതിൽ ആദ്യമായിട്ട് ഫോക്കസ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത് ട്രോപ്പോസ്ഫറിക് പൊല്യൂഷൻ എന്ന് പറയുന്ന ഹെഡിങ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പൊല്യൂഷൻ എന്താണെന്ന് അറിയണം. പൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻവയറമെന്റിന്റെ സാധാരണ ഘടന മാറത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾക്ക് പൊല്യൂഷൻ എന്ന് വിളിക്കാം. പൊല്യൂഷൻ ഇസ് ദ എനി അൺഡിസൈറബിൾ ചേഞ്ച് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇസ് കാൾഡ് പൊല്യൂഷൻ. പൊല്യൂഷൻ ഇസ് ദ എനി അൺഡിസൈറബിൾ ചേഞ്ച് ഇൻ ദ സറൗണ്ടിങ്സ്. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് പൊല്യൂഷനെ പറ്റിയാണ്. ഫോക്കസ് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫറിക് പൊല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആദ്യം നിങ്ങൾ പൊല്യൂഷൻ എന്താണെന്ന് അറിയണം. പൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാവുന്ന അൺഡിസൈറബിൾ ആയിട്ടുള്ള ഏതൊരു ചേഞ്ചിനെയും നമുക്ക് പൊല്യൂഷൻ എന്ന് വിളിക്കാം. എനി അൺഡിസൈറബിൾ ചേഞ്ച് ഒക്കർ ഇൻ ദ ഇന്നേറ്റ് നാച്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ ഇസ് കാൾഡ് പൊല്യൂഷൻ. പൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ വരുന്ന എന്തൊരു മാറ്റത്തിനെയും, ഉപയോഗപ്രദമല്ലാത്ത എന്തൊരു മാറ്റത്തിനെയും നമുക്ക് എന്ന് വിളിക്കാം, പൊല്യൂഷൻ എന്ന് വിളിക്കാം. ആദ്യം നമുക്ക് നോക്കേണ്ടത് ട്രോപ്പോസ്ഫിയറിക് പൊല്യൂഷൻ ആണ്. അറ്റ്മോസ്ഫിയറിന് വിവിധ ലെയറുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, വേറെ ഏതുണ്ട്? സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ, പിന്നെ ഏതുണ്ട്? അയണോസ്ഫിയർ. ഇങ്ങനെ ഡിഫറെന്റ് അറ്റ്മോസ്ഫറിക് ലെയേഴ്സ് ആണ് നമുക്ക് ചുറ്റുമുള്ളത്. ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സർഫസിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ വരെ ഉയരത്തിൽ കിടക്കുന്നതാണ് ട്രോപ്പോസ്ഫിയർ. അത് കഴിഞ്ഞ് ഒരു 50 കിലോമീറ്റർ വരെ പോകുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ. അത് കഴിഞ്ഞ് അതിന് മുകളിൽ വരുന്നതാണ് തെർമോസ്ഫിയർ. ഏറ്റവും മുകളിലത്തെ ലെയറാണ് എന്ന് പറയുന്നത് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത്, ഭൂമിയുമായി ഏറ്റവും അടുത്ത് കാണപ്പെടുന്നത് എയർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫറിക് എയർ കാണപ്പെടുന്നത് എല്ലാം എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. അപ്പോ ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ട് വരുന്ന, ഭൂമിയിൽ ജീവൻ നിൽക്കുന്ന എല്ലാ സ്ഥലങ്ങളെയും കൂടെ നമ്മൾ ബയോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ട് വരുന്ന അറ്റ്മോസ്ഫിയർ ലെയർ ആണ് എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ. നൈട്രജനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എല്ലാ ഗ്യാസസും പൊടിപടലങ്ങളും എല്ലാം അടങ്ങിയ അറ്റ്മോസ്ഫിയർ ലെയർ ആണ് എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ. ആ ട്രോപ്പോസ്ഫിയർ പൊല്യൂഷനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ട്രോപ്പോസ്ഫിയറിൽ വരുന്ന പൊല്യൂഷനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആസിഡ് റെയിനെ പറ്റി നോക്കാം. ആസിഡ് റെയിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആസിഡ് റെയിൻ കൊച്ചു ക്ലാസ്സുകളിൽ കാണുന്ന ഒരു ചിത്രമാണ്. എന്താണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നതിന് മുമ്പ് മഴവെള്ളത്തിന്റെ pH എത്രയാണെന്ന് നിങ്ങൾ പറയണം. മഴവെള്ളത്തിന്റെ pH എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കും മഴവെള്ളം പ്യുവർ വാട്ടർ ആണ്, റെയിൻ വാട്ടർ ഈസ് പ്യുവർ എന്ന് നമ്മൾ പറയുമെങ്കിലും അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? റെയിൻ വാട്ടറിന്റെ pH വാല്യൂ പ്യുവർ അല്ലേ, ന്യൂട്രൽ അല്ലേ, അപ്പൊ pH വാല്യൂ എത്രയായിരിക്കും എന്ന് വിചാരിക്കും? 7 ആണെന്ന് വിചാരിക്കും. പക്ഷേ റെയിൻ വാട്ടറിന്റെ pH വില എത്രയല്ല? 7 അല്ല. റെയിൻ വാട്ടറിന്റെ pH വില 7-നേക്കാളും കുറവാണ്. അതായത് റെയിൻ വാട്ടറിന്റെ pH വില 5.6 ആണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, എന്തുകൊണ്ട് റെയിൻ വാട്ടറിന്റെ pH 5.6 ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇല്ലേ? അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് മഴ പെയ്യുമ്പോൾ മഴവെള്ളവുമായി ചേരുകയും എന്തായി മാറുകയും ചെയ്യും? H2CO3 ആയി മാറുകയും ചെയ്യും. ദാറ്റ് ഈസ് കാർബോണിക് ആസിഡ് ആയി മാറും.
സോ അറ്റ്മോസ്ഫിയറിൽ മഴ പെയ്യുമ്പോൾ മഴവെള്ളം അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർന്ന് H2CO3 അല്ലെങ്കിൽ കാർബോണിക് ആസിഡായി മാറും. ഈ കാർബോണിക് ആസിഡ് ആണ് ഭൂമിയിലേക്ക് എത്തുന്നത്. അതിന്റെ ഫലമായിട്ട് മഴവെള്ളത്തിന്റെ pH എത്രയായി മാറും? 5.6 ആയി മാറും. കാരണം ഈ കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് സോഡയിലൊക്കെ ഉള്ള ആസിഡാണ് എന്ന് പറയുന്നത് കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത്. കാർബോണിക് ആസിഡിന്റെ ആസിഡ് കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. വളരെ വീര്യം കുറഞ്ഞ ഒരു ആസിഡാണ് എന്ന് പറയുന്നത് കാർബോണിക് ആസിഡ്. അപ്പോൾ കാർബോണിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് ഉള്ളത് കൊണ്ടാണ് മഴവെള്ളത്തിന്റെ pH എത്രയായത്? 5.6 ആയത്. ഇനി എന്താണ് ആസിഡ് റെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളത്തിന്റെ pH എപ്പോഴെങ്കിലും 5.6 നിന്ന് താഴേക്ക് പോവുകയാണ്. 5.6 നിന്ന് മഴവെള്ളത്തിന്റെ pH താഴേക്ക് പോകുമ്പോൾ ആ റെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ആസിഡ് റെയിൻ. സോ എന്തായിരിക്കും ഈ ആസിഡ് റെയിൻ ഉണ്ടാവാൻ കാരണം? എന്തുകൊണ്ടായിരിക്കും മഴവെള്ളത്തിന്റെ pH 5.6 താഴേക്ക് പോകുന്നത്? കാരണം അറ്റ്മോസ്ഫിയറിലുള്ള ചില ഗ്യാസുകളാണ്. അറ്റ്മോസ്ഫിയറിൽ സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ട് ഇല്ലേ? സൾഫർ ഡൈ ഓക്സൈഡ് SO2, NO2 ഗ്യാസ് ഉണ്ട്. ഈ സൾഫർ ഡൈ ഓക്സൈഡും NO2 എല്ലാം ഫോസിൽ ഫ്യൂൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസുകളാണ്. അപ്പൊ ഈ ഗ്യാസുകൾ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെങ്കിൽ സൾഫർ ഡൈ ഓക്സൈഡ് മഴവെള്ളവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ, മഴ പെയ്യുമ്പോൾ മഴവെള്ളവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ H2SO3 എന്ന് പറയുന്ന സൾഫ്യൂറസ് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് ഉണ്ടാവും. സൾഫ്യൂറസ് ആസിഡ് ഉണ്ടാവും. ഇനി NO2 അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ മഴവെള്ളവുമായിട്ട് റിയാക്ട് മഴ പെയ്യുമ്പോൾ മഴവെള്ളവുമായിട്ട് റിയാക്ട് ചെയ്ത് നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ HNO3 എന്ന് പറയുന്ന ആസിഡ് ഉണ്ടാവും. അപ്പൊ നോക്കിയേ, ഇതെല്ലാം മഴവെള്ളത്തിനോടൊപ്പം ഭൂമിയിലേക്ക് എത്തുകയാണെങ്കിൽ, സൾഫ്യൂറസ് ആസിഡും നൈട്രിക് ആസിഡും ഒക്കെ മഴവെള്ളത്തിനോടൊപ്പം ഭൂമിയിലേക്ക് എത്തുകയാണെങ്കിൽ അതിന്റെ pH വില എന്ന് പറയുന്നത് 5.6 കുറവായിരിക്കും. ആ മഴവെള്ളത്തിന്റെ pH വില 5.6 കുറവായിരിക്കുകയും ആ റെയിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ആസിഡ് റെയിൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അപ്പോ നിങ്ങൾ പറയേണ്ടത് എത്രമാത്രം അറ്റ്മോസ്ഫിയറിൽ എന്താണ് ആസിഡ് റെയിൻ? ഗീവ് എ ഡെഫിനിഷൻ ഫോർ ആസിഡ് റെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻ വാട്ടർ ഹാസ് എ പ്യൂർ pH വാല്യൂ ഓഫ് 5.6 due to the presence of slight amount of carbonic acid in it. If the pH value drops below 5.6, then the rain is called acid rain. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത്, സൾഫർ ട്രയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെങ്കിലും അതും ഇപ്പൊ സൾഫർ ഡയോക്സൈഡിന് റിയാക്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. സൾഫർ ഡയോക്സൈഡ് മഴവെള്ളവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ സൾഫ്യൂറസ് ആസിഡ് ഉണ്ടാവും, H2SO3. സൾഫർ ട്രയോക്സൈഡ് ആണെങ്കിലോ മഴവെള്ളവുമായിട്ട് ചേരുന്ന സമയത്ത് എന്തായിട്ട് മാറും? സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറും. അറ്റ്മോസ്ഫിയറിൽ സൾഫർ ഡയോക്സൈഡ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് സൾഫർ ഡയോക്സൈഡ് വേണമെങ്കിൽ സൾഫർ ട്രയോക്സൈഡ് ആയി മാറാം. കാരണം അത് അറ്റ്മോസ്ഫിയറിൽ ഓക്സിജനുമായി സൾഫർ ഡയോക്സൈഡ് പ്രവർത്തിച്ചാൽ സൾഫർ ട്രയോക്സൈഡ് ആയി മാറുകയും ഈ സൾഫർ ട്രയോക്സൈഡ് ആണ് മഴവെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ആയി മാറുകയും ആ മഴവെള്ളം എന്ന് പറയുന്നത് ഹൈലി അസിഡിക് ആയി മാറുകയും ചെയ്യും. അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടെന്ന് വിചാരിക്കുക, അതും മഴവെള്ളവുമായിട്ടും ഓക്സിജനുമായിട്ടും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നൈട്രിക് ആസിഡ് ആയിട്ട് മാറും. അറ്റ്മോസ്ഫിയറിൽ ആൾറെഡി കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായി ചേർന്ന് എന്താവുന്നുണ്ട്? കാർബോണിക് ആസിഡായി മാറുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി മഴ ആയിട്ട് പെയ്യും. ചിലപ്പോൾ വോൾക്കാനിക് എറപ്ഷന്റെ ഫലമായിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി മഴയായിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുമ്പോൾ അതാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആസിഡ് റെയിൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണ്? ഇനി ഈ ആസിഡ് റെയിൻ കൊണ്ടുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഹാർംഫുൾ എഫക്ട്സ് ഓഫ് ആസിഡ് റെയിൻ? ഒന്ന്, അഗ്രികൾച്ചർ, കൃഷി, സസ്യങ്ങള്, അതുപോലെ തന്നെ ട്രീസ്, ചെറിയ ചെറിയ മരങ്ങള്, ചെറിയ ചെറിയ സസ്യങ്ങള്, പ്ലാന്റുകൾ. അപ്പൊ ഇതിന്റെ എല്ലാം എന്താ ചെയ്യും? അതിന്റെ എല്ലാം ലൈഫ് ഇല്ലാതാവും. അതായത് അതെല്ലാം നശിച്ചു പോകും. അതുപോലെ തന്നെ ഈ സ്കിൻ ക്യാൻസർ ഉണ്ടാവും. മനുഷ്യനില് ജീവികളിലൊക്കെ എന്താണ് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാവും. അക്വാട്ടിക് എക്കോസിസ്റ്റം പൂർണ്ണമായി ഇല്ലാതാവും. അതായത് മത്സ്യങ്ങൾക്കും കടൽ ജീവികൾക്കും ഒക്കെ വെള്ളത്തിൽ ജീവിക്കണമെങ്കിൽ ഒരു പർട്ടിക്കുലർ pH വാല്യൂ വെള്ളത്തിനുണ്ടായിരിക്കണം. ആ pH വാല്യൂവിനെക്കാളും താഴോട്ട് വെള്ളത്തിന്റെ pH വില പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ എക്കോസിസ്റ്റം തന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് കിടക്കും. ഇനി ഇറ്റ് കൊറോഡ് വാട്ടർ പൈപ്പ് റിസൾട്ടിങ് ഇൻ ദ ഡിസൊല്യൂഷൻ ഓഫ് ഹെവി മെറ്റൽ ഇൻ ടു ദ ഡ്രിങ്കിങ് വാട്ടർ. ഈ കുടിവെള്ളം ഉണ്ടല്ലോ, കുടിവെള്ളം വരുന്ന ഈ പൈപ്പുകൾ ഉണ്ടല്ലോ, ഈ പൈപ്പുകൾക്കുള്ളിലൂടെ ഈ ആസിഡ് കണ്ടന്റ് ഉള്ള വെള്ളം, ആസിഡ് റെയിനിലെ മഴവെള്ളം കടന്നു പോവുകയാണെങ്കിൽ ആ വെള്ളം ആ പൈപ്പിന് ഉൾഭാഗത്തെ ദ്രവിപ്പിക്കുകയും ആ പൈപ്പിലുള്ള മെറ്റൽ കണ്ടന്റ് ആ വെള്ളത്തെ ഡിസോൾവ് ചെയ്യുകയും അത് കുടിക്കുന്നത് വഴി മനുഷ്യർക്ക് പല അസുഖങ്ങൾ, ഫിസിയോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവുകയും ചെയ്യും.
നമ്മൾ കേട്ടിട്ടുണ്ട് താജ്മഹലിന്റെ ഭംഗി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. താജ്മഹലിന്റെ ഭംഗി, താജ്മഹൽ ഈസ് കമ്പോസ്ഡ് ഓഫ് വൈറ്റ് മാർബിൾസ്. വെള്ള മാർബിളുകൾ കൊണ്ടാണ്, വെളുത്ത മാർബിളുകൾ കൊണ്ടാണ് താജ്മഹൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ താജ്മഹലിന്റെ ഭംഗി നഷ്ടപ്പെടാൻ കാരണം എന്താണ്? ഇതിനു ചുറ്റുമുള്ള ഇൻഡസ്ട്രീസിൽ നിന്ന് പുറത്തുവിടുന്ന സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും അറ്റ്മോസ്ഫിയറിൽ തങ്ങി നിൽക്കുകയും അത് ആസിഡ് റെയിനായി ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ ആണ്. അപ്പൊ ഇതെല്ലാം ഹാർംഫുൾ എഫക്ട്സിൽ നിങ്ങൾ എഴുതേണ്ട പോയിന്റുകളാണ്. അടുത്ത നമുക്ക് നോക്കേണ്ടത് വാട്ട് ആർ ദ മെഷേഴ്സ് ടു റെഡ്യൂസ് ആസിഡ് റെയിൻ. ആസിഡ് റെയിനെ നമുക്ക് എങ്ങനെയൊക്കെ കുറയ്ക്കാം, ആസിഡ് റെയിനെ നമുക്ക് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം? ഒന്ന്, ബൈ റെഡ്യൂസ് ദ യൂസ് ഓഫ് ഓട്ടോമൊബൈൽസ്. ഞാൻ പറഞ്ഞല്ലോ, ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പുകയിലാണ് നൈട്രജന്റെ ഓക്സൈഡുകൾ. നൈട്രജന്റെ ഓക്സൈഡുകൾ എന്ന് പറയുമ്പോൾ NO2 മാത്രമല്ല, NO വരാം, NO2 വരാം. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ചിലപ്പോൾ നോക്കുമ്പോൾ NOx എന്ന് കാണും. NOx എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നൈട്രജന്റെ ഓക്സൈഡുകളാണ്. നൈട്രജൻ മോണോക്സൈഡും നൈട്രിക് ഓക്സൈഡ് അല്ലെങ്കിൽ നൈട്രജൻ മോണോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡ് പോലുള്ള കോമ്പൗണ്ടുകളെല്ലാം ഓട്ടോമൊബൈൽസിന്റെ എക്സോസ്റ്റ് സിസ്റ്റത്തിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്, പുക കുഴലുകളിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ വണ്ടിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. നാച്ചുറൽ ഗ്യാസ് ഇൻസ്റ്റെഡ് ഓഫ് കോൾ, കൽക്കരിക്ക് പകരം നാച്ചുറൽ ഗ്യാസിനെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ എന്താണ്, കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് ഉപയോഗിക്കുക. കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് എന്ന് പറയുന്ന ഉപകരണങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് വണ്ടികളിൽ ഉണ്ടെങ്കിൽ അത് ഈ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസുകൾ പുറത്തേക്ക് വരത്തില്ല. പോയിസണസ് ആയിട്ടുള്ള ഗ്യാസുകൾ പുറത്തേക്ക് വരുന്നതിന് ആ ഗ്യാസുകളെ പോയിസണസ് അല്ലാത്ത നോൺ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസുകളാക്കി മാറ്റിയായിരിക്കും പുറത്തേക്ക് വിടുന്നത്. അത് അത്തരം വസ്തുക്കളെ, ചില കാറ്റലിസ്റ്റുകളുടെ സഹായത്താൽ പ്രവർത്തിക്കുന്ന അത്തരം ഉപകരണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് എന്ന് പറയും. അപ്പൊ വണ്ടികളിൽ കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് നിർബന്ധമാക്കുക. അടുത്തത്, നമ്മുടെ സോയിലിലെ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി അതിലേക്ക് ലൈം സ്റ്റോൺ ആഡ് ചെയ്യുക. ലൈം സ്റ്റോൺ എന്ന് പറയുമ്പോൾ ബേസ് അല്ലേ, ചുണ്ണാമ്പ് കല്ല്, അത് ബേസ് അല്ലേ. ബേസ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവിടെ അതിന്റെ pH വാല്യൂ എന്ത് ചെയ്യും? കുറയും. അവിടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കുകയും ആ pH വാല്യൂ കുറയുകയും ചെയ്യും. പിന്നെ ആസിഡ് റെയിനെ പറ്റി ആൾക്കാരിൽ ബോധവൽക്കരണം നടത്തുക. അതൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ അല്ല ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്ററിന് ഈ ഒരൊറ്റ ക്ലാസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഈ ഒരൊറ്റ ക്ലാസ്സോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ്. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചുറ്റും അറ്റ്മോസ്ഫിയറിൽ ഇപ്പൊ സൂര്യനെ അസ്തമിച്ചു കഴിഞ്ഞാലും കുറച്ചു നേരം കൂടി നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ചൂട് നിലനിൽക്കുന്നുണ്ട്. അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്? ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഹരിത ഗ്രഹണ പ്രവാഹം എന്നുള്ള ഒരു ഫിനോമിനോണാണ്. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യനിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷനുകളാണ് ഭൂമിക്ക് ചുറ്റും ചൂട് നിലനിൽക്കാൻ കാരണമാകുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻ, സൂര്യനിൽ നിന്ന് ഒരുപാട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് പുറത്തേക്ക് വരുന്നുണ്ട്. സൂര്യനിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഭൂമിയിൽ തട്ടി പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു വായു കവചമുണ്ട്. അവിടെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്, അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന്റെ അളവ് എത്രയാണ്? 0.03% മാത്രമാണ് ആകെയുള്ള അറ്റ്മോസ്ഫിയറിക് ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. അറ്റ്മോസ്ഫിയറിക് ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ള നൈട്രജൻ ആണ്. അതിലെ ആകെ 100 ഗ്രാം എയർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏകദേശം ഒരു 0.03 ഗ്രാം മാത്രമേ കാർബൺ ഡയോക്സൈഡ് ഉള്ളൂ. അപ്പൊ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ വളരെ 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 കുറവാണ്. ആ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് എന്തിനെ സഹായിക്കും? ആ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് സൂര്യനിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷനുകൾ അത് ഭൂമിയിൽ വന്ന് പതിക്കുകയും അത് വെളിയിലേക്ക്, അതായത് റിഫ്ലക്ട് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് തടയുകയും ചെയ്യും. ഭൂമിയുടെ ചുറ്റും തന്നെ ആ ഇൻഫ്രാറെഡ് റേഡിയേഷനെ പിടിച്ചു നിർത്തും. ഭൂമിയുടെ ചുറ്റും ഇൻഫ്രാറെഡ് റേഡിയേഷനെ പിടിച്ചു നിർത്തുന്ന വസ്തുക്കൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, വാട്ടർ വേപ്പേഴ്സ് ഉണ്ട്, ഓസോൺ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കോമ്പൗണ്ടുകളും, ഈ ഞാൻ പറഞ്ഞ എല്ലാ കോമ്പൗണ്ടും, മീഥൈൻ ഗ്യാസ് ഉണ്ട്, CH4 മീഥൈൻ ഉണ്ട്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും ജലബാഷ്പങ്ങൾ, അതുപോലെ തന്നെ ഓസോൺ O3, നൈട്രസ് ഓക്സൈഡ് N2O, CH4 മീഥൈൻ തുടങ്ങിയ വസ്തുക്കളെല്ലാം ഭൂമിയുടെ ചുറ്റും ചൂട് നിലനിൽക്കാൻ സഹായിക്കും. എങ്ങനെയാ ചൂട് നിലനിൽക്കുന്നത്? സൂര്യനിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷനെ ഭൂമിയുടെ ചുറ്റും തന്നെ പിടിച്ചു നിർത്തുന്നത് ആരാണ്? ഈ ഗ്യാസുകളാണ്. അതായത് സൂര്യനിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഭൂമിയുടെ സർഫസിൽ വന്ന് തട്ടി റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് തടയുന്നത് ആരാണ്? ഈ ഭൂമിക്ക് ചുറ്റുമുള്ള ഈ എയർ കൊണ്ടുള്ള ഈ കവറിങ് ആണ്. അപ്പോൾ ഈ ഗ്യാസുകളാണ് ഭൂമിയിൽ ചൂട് നിലനിർത്തുന്നത്. ആ ഒരു ഫിനോമിനോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്.
ഭൂമിയിലേക്ക് വരുന്ന ഹീറ്റ് റേഡിയേഷനുകളെ ഭൂമിയുടെ സർഫസിൽ തന്നെ പിടിച്ചു നിർത്തുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ് എഫക്ട്. ഇനി അതിന് സഹായിക്കുന്ന ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ സഹായിക്കുന്ന ഇത്രയും വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പോൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് വാട്ട് റൈറ്റ് എക്സാമ്പിൾസ് ഫോർ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ ഗ്രീൻ ഹൗസ് എഫക്ട്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഭൂമിക്ക് ചുറ്റുമുള്ള ഇൻഫ്രാറെഡ് റേഡിയേഷനുകളെ സ്റ്റോർ ചെയ്യുന്നതിന്റെ അളവ് കൂടുകയും ഭൂമിയുടെ ചുറ്റുമുള്ള ചൂട് ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യും. ഇങ്ങനെ ഭൂമിയുടെ ചുറ്റുമുള്ള ചൂട് ഒരു കൺട്രോൾ, ഒരു അളവിൽ കൂടുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ വാർമിംഗ്, അല്ലെങ്കിൽ ആഗോള താപനം എന്ന് പറയും. അപ്പൊ ഭൂമിയുടെ ചൂട് കൂടുന്നു, അറ്റ്മോസ്ഫിയറിന് ചുറ്റുമുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഭൂമിയുടെ ചൂട് കൂടുന്ന ആ ഫിനോമിനോണിനെ ആഗോള താപനം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയും. ഭൂമിയുടെ ചൂട് ഓരോ വർഷങ്ങൾ കൂടുന്തോറും കൂടി വരുവാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടതുകൊണ്ട് എന്താ കാര്യം, അതുകൊണ്ടുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. വാട്ട് ആർ ദ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്? ഇതെല്ലാം ഓരോരോ ക്വസ്റ്റ്യനുകളാണ്. വാട്ട് ആർ ദ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഗ്രീൻ ഹൗസ് എഫക്ട്? ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെയും ഗ്ലോബൽ വാർമിംഗിന്റെയും പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് എത്രമാത്രം ഗ്ലോബൽ വാർമിംഗ് വരികയാണെങ്കിൽ ഭൂമിയുടെ ചൂട് ക്രമാതീതമായി ഇൻക്രീസ് ചെയ്യും. ചൂട് കൂടിക്കഴിഞ്ഞാൽ കുറേയധികം സംക്രമണ രോഗങ്ങൾ, അതായത് പകർച്ചവ്യാധികൾ, ഇൻഫെക്ഷസ് ഡിസീസസ് എല്ലായിടത്തും പകർന്നു പിടിക്കും. ഡെങ്കി, മലേറിയ, യെല്ലോ ഫീവർ, മഞ്ഞപ്പനി, സ്ലീപ്പിംഗ് സിക്നസ്, ഇങ്ങനെയുള്ള കുറേയധികം അസുഖങ്ങൾ ഭൂമിയുടെ ചുറ്റും സ്പ്രെഡ് ചെയ്യും. അതുപോലെ തന്നെ ഉയർന്ന പ്രദേശങ്ങൾ വരൾച്ച ബാധിക്കും. പോളാർ ഐസ് ക്യാപ്പുകൾ എന്നുള്ള ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുപാളികൾ ഉരുകുവാൻ തുടങ്ങും. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവും, ഫ്ലഡ് വരും. ഉയർന്ന പ്രദേശങ്ങളിൽ വരൾച്ച അനുഭവപ്പെടും, ഡ്രോട്ട്, വരൾച്ച അനുഭവപ്പെടും അല്ലെ. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് ഏതിന്? ഈ ഗ്ലോബൽ വാർമിംഗ്. ഇനി അടുത്ത നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെയാണ്, ഗ്ലോബൽ വാർമിംഗ് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? വാട്ട് ആർ ദ മെഷേഴ്സ് ദാറ്റ് ക്യാൻ ബി ടേക്കൺ ടു റെഡ്യൂസ് ഗ്ലോബൽ വാർമിംഗ്? ആദ്യത്തെ പോയിന്റ് എന്ത് തന്നെയാണ്? ഓട്ടോമൊബൈൽസിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, വനവൽക്കരണം, അഫോറസ്റ്റേഷൻ, മരങ്ങൾ വച്ചു പിടിപ്പിക്കുക. കാരണം അവർക്ക് ഫോട്ടോസിന്തസിന് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആവശ്യകതയുണ്ട്. സോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സസ്യങ്ങൾ ഉണ്ടെങ്കിൽ പറ്റും. അതുപോലെ തന്നെ ഉണങ്ങിയ ഇലകള്, വുഡ് എന്നിവ കത്തിക്കുന്നത് ഒഴിവാക്കുക. അവെയർ പബ്ലിക് അബൌട്ട് ദ ബാഡ് എഫക്ട്സ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി പൊതുജനങ്ങളിൽ ഒരു ബോധവൽക്കരണം നടത്തുക. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമുക്ക് ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന മെഷേഴ്സ് ആണ്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഫോക്കസ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത് വാട്ടർ പൊല്യൂഷൻ ആണ്. വാട്ടർ പൊല്യൂഷൻ എന്ന് വെച്ചാൽ എനി അൺഡിസൈറബിൾ ചേഞ്ച് ഇൻ ദ നേച്ചർ ഓഫ് വാട്ടർ. കുടിവെള്ളത്തില് എന്തെങ്കിലും മാറ്റം വരുവാണ്, അതായത് ഇപ്പോ അതിന്റെ സ്മെല്ലോ ടേസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുവാണെങ്കിൽ ദാറ്റ് വിൽ ബി കാൾഡ് വാട്ടർ പൊല്യൂഷൻ. ഇപ്പൊ വാട്ടർ പൊല്യൂട്ടഡ് ആയോ നമ്മൾ എങ്ങനെ അറിയും? ചിലപ്പോൾ കളർ മാറ്റമായിരിക്കും, ചിലപ്പോൾ ഒഫൻസീവ് സ്മെല്ലായിരിക്കും, വൃത്തിയിട്ട സ്മെല്ലായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഒരു ബാഡ് ടേസ്റ്റ് കാണും. അപ്പൊ ഇത് ഏതെങ്കിലുമൊക്കെ സ്വഭാവങ്ങൾ കാണിക്കുന്നെങ്കിൽ ആ വാട്ടർ എന്താണെന്ന് പറയാം? പൊല്യൂട്ടഡ് ആണ് എന്ന് പറയാം. അപ്പൊ വാട്ടർ പൊല്യൂഷനിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് BOD ആണ്, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയും. എന്താണ് BOD എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു മൃഗത്തിനെയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ചത്തുപോയ എന്തെങ്കിലും ഒരു ജീവിയെ നമ്മൾ കുളത്തിലേക്കോ ഏതെങ്കിലും ഒരു ജലാശയത്തിലേക്ക് വലിച്ചെറിയുന്നു എന്ന് വിചാരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ആ ജന്തു അവിടെ കിടന്ന് എന്ത് ചെയ്തു തുടങ്ങും? ജീർണിച്ചു തുടങ്ങും, ഡികമ്പോസ് ചെയ്തു തുടങ്ങും അല്ലെ. അതെങ്ങനെയാണ് ഡികമ്പോസ് ചെയ്യുന്നത്? അതിലേക്ക് മൈക്രോബ്സ് വന്ന് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ്, സൂക്ഷ്മ അണുക്കൾ വന്ന് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അത് എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്? ഡികമ്പോസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇനി ഈ ബാക്ടീരിയസിന് ആക്ട് ചെയ്യണമെങ്കിൽ എയറോബിക് ബാക്ടീരിയസ് ആണ് ആക്ട് ചെയ്യുന്നത് കേട്ടോ. എയറോബിക് ബാക്ടീരിയസ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. എയറോബിക് ബാക്ടീരിയസിന് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവയ്ക്ക് ഓക്സിജന്റെ ആവശ്യകതയുണ്ട്. അപ്പോ ഈ ഓക്സിജൻ ഈ മൈക്രോബ്സ് എവിടെ നിന്ന് പിടിച്ചെടുക്കും? ആ വെള്ളത്തിൽ നിന്ന് പിടിച്ചെടുക്കും.
അതായത് ഒരു എന്താണ് ജീവനുള്ള ജീവൻ നഷ്ടപ്പെട്ട ഒരു എന്തെങ്കിലും ഒരു ജീവി, ഒരു ഒരു പട്ടിയോ ഒരു പൂച്ചയോ ഒക്കെ ചത്ത് അതിനെ നമ്മൾ കുളത്തിലേക്ക് വലിച്ചെറിയുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് അവിടെ നിന്ന് ജീർണിച്ചു തുടങ്ങും, ഡീകമ്പോസ് ചെയ്തു തുടങ്ങും. എങ്ങനെയാണ് ഡീകമ്പോസ് ചെയ്യുന്നത്? അതിലേക്ക് എയറോബിക് ബാക്ടീരിയസ് ആക്ട് ചെയ്യുന്നു. അവയ്ക്ക് ആക്ട് ചെയ്യണമെങ്കിൽ, അവയ്ക്ക് ആ ജന്തുവിനെ ഡീകമ്പോസ് ചെയ്യണമെങ്കിൽ, അഴുകി തുടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ മൈക്രോബ്സ് അതിൽ ആക്ട് ചെയ്യണം. ആ മൈക്രോബ്സ് ആക്ട് ചെയ്യണമെങ്കിൽ അവയ്ക്ക് ഓക്സിജന്റെ ആവശ്യകതയുണ്ട്. അതുകൊണ്ടാണ് അവയെ എയറോബിക് ബാക്ടീരിയസ് എന്ന് വിളിക്കുന്നത്. ആ ഓക്സിജൻ ആ മൈക്രോബ്സ് എവിടെ നിന്ന് പിടിച്ചെടുക്കും? ആ കുളത്തിൽ നിന്നോ അല്ലെങ്കിൽ എവിടെയാണോ ആ ജലാശയത്തിൽ നിന്ന്, ആ വാട്ടർ ബോഡിയിൽ നിന്ന് പിടിച്ചെടുക്കുകയും അതിന്റെ ഫലമായിട്ട് കുളത്തിലുള്ള ആ ഓക്സിജൻ ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഓക്സിജന്റെ അളവ് കുറയുകയും ഒരു വൃത്തികെട്ട സ്മെല്ലൊക്കെ വരികയും ഒക്കെ ചെയ്യും. അതിന്റെ ഫലമായിട്ട് ആ കുളം തന്നെ ഇല്ലാതാവും. ആ കുളം തന്നെ ഇല്ലാതാവുന്ന പ്രോസസ്സിനെ നമ്മൾ യൂട്രോഫിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. ഏജിങ് ഓഫ് വാട്ടർ ബോഡീസ് ഇസ് കാൾഡ് യൂട്രോഫിക്കേഷൻ. അതിന് ഈ കാരണം മാത്രമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. യൂട്രോഫിക്കേഷന് ഈ ഒരു കാരണം മാത്രമല്ല ഉള്ളത്, ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണ്. BOD എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ ദി ബാക്ടീരിയ ടു ബ്രേക്ക് ഡൗൺ ഓർഗാനിക് മാറ്റർ പ്രസന്റ് ഇൻ certain amount of sample in water is called BOD. വെള്ളത്തിലുള്ള ഒരു നിശ്ചിത എമൗണ്ട് വസ്തുവിനെ ജീർണിപ്പിക്കാൻ ഓരോ മൈക്രോബുകൾക്കും ആവശ്യമായിട്ടുള്ള ഓക്സിജന്റെ അളവിനെയാണ് നമ്മൾ BOD അല്ലെങ്കിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. BODയുടെ വാല്യൂ കുറവാണെങ്കിൽ, 5 പാർട്സ് പെർ മില്യണേക്കാളും കുറവാണെങ്കിൽ അത് ക്ലീൻ വാട്ടർ ആയിരിക്കും. അപ്പൊ BOD ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് പൊല്യൂഷൻ. പരീക്ഷയ്ക്ക് ചോദിക്കും, എങ്ങനെയാണ് BOD വിലയിൽ നിന്ന് അല്ലെങ്കിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡിന്റെ വിലയിൽ നിന്ന്, വാല്യൂവിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു വസ്തു ജീർണിച്ചോ അല്ലെങ്കിൽ ആ വാട്ടർ എത്രത്തോളം പൊല്യൂട്ടഡ് ആണെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിക്കും. നിങ്ങൾ വാട്ടർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്വാളിറ്റി കൺട്രോൾ ബോർഡിൽ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അവർ ആദ്യം നോക്കുന്നത് BOD ആണ്. BOD വാല്യൂ, വാട്ടറിലുള്ള BOD വാല്യൂ അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ BOD വാല്യൂ 5 പാർട്സ് പെർ മില്യൺ ആണെങ്കിൽ അത് നല്ല പ്യുവർ വാട്ടർ ആണ്. പക്ഷേ BOD വാല്യൂ 17 പാർട്സ് പെർ മില്യണോ അതിന് മുകളിലും ആണെങ്കിൽ ദാറ്റ് വാട്ടർ വിൽ ബി ഹൈലി പൊല്യൂട്ടഡ് ഇൻ നേച്ചർ. പ്രത്യേകം ഓർത്ത് വെച്ചിരിക്കുക, ഹൈലി പൊല്യൂട്ടഡ് വാട്ടറിനെയും പ്യുവർ വാട്ടറിനെയും തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഏകകം അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് BOD എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇത് നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഗ്രീൻ കെമിസ്ട്രിയാണ്. ഇത് നിങ്ങൾ കൊച്ചു ക്ലാസ്സുകൾ മുതലേ കേൾക്കുന്നതാണ്. ഒരു 100 കൊല്ലങ്ങൾക്ക് മുൻപ് വന്ന കെമിസ്ട്രിയുടെ ശാസ്ത്രശാഖയാണ്. കെമിസ്ട്രി നമ്മൾ കെമിക്കൽസ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ കെമിക്കൽസ് എല്ലാം ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒന്നുകിൽ വലിച്ചെറിയും, അല്ലെങ്കിൽ കത്തിച്ച് കളയും, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഏതെങ്കിലുമൊക്കെ പുഴയിലേക്ക് ഒഴുക്കി വിടും. പുഴയിലേക്ക് ഒഴുക്കി വിട്ടാൽ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവും, കത്തിച്ച് കളഞ്ഞാൽ എയർ പൊല്യൂഷൻ ഉണ്ടാവും, മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ സോയിൽ പൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ കെമിക്കൽസ് ആർ ആൾവേസ് ഹസാർഡസ് ഇൻ നേച്ചർ. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കെമിക്കലുകളും, ഒരുവിധമുള്ള എല്ലാ കെമിക്കലുകളും ഹസാർഡസ് ആണ്, പോയിസണസ് ആണ്, ടോക്സിക് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കെമിക്കലുകളുടെ അളവ് എങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നുള്ളൊരു ആശയവുമായിട്ട് വന്ന കെമിസ്ട്രിയുടെ ഒരു ശാസ്ത്രശാഖയാണ്, ഒരു ബ്രാഞ്ചാണ് എന്ന് പറയുന്നത് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഗ്രീൻ കെമിസ്ട്രി ലക്ഷ്യം വെക്കുന്നത് കുറച്ച് ആശയങ്ങളെയാണ്. ഗ്രീൻ കെമിസ്ട്രി പറയുന്നത് എന്തിനെയൊക്കെ പറ്റിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രീൻ കെമിസ്ട്രി പറയുന്നത് എങ്ങനെ നമുക്ക് പൊല്യൂഷൻ കുറയ്ക്കാം, എങ്ങനെ നമുക്ക് ഹസാർഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളുടെ അളവ് കുറയ്ക്കാം, എങ്ങനെ നമുക്ക് കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കാം, എങ്ങനെ നമുക്ക് സിന്തസിസ് പാർട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും. ഒരു കെമിക്കലിനെ നമുക്ക് നിർമ്മിക്കണം വളരെ എളുപ്പത്തിൽ, വളരെ ലാഭകരമായ രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു കെമിക്കലിനെ നിർമ്മിക്കാൻ കഴിയും. ടോക്സിക് ആയിട്ടുള്ള സോൾവെന്റുകളെ എല്ലാം പാടെ ഉപേക്ഷിച്ചുകൊണ്ട് നോൺ ടോക്സിക് ആയിട്ടുള്ള വസ്തുക്കളെ മാത്രം പ്രയോഗിച്ചുകൊണ്ട് വാട്ടർ പോലുള്ള സോൾവെന്റുകളെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഓർഗാനിക് റിയാക്ഷനുകളെ നിർവചിക്കാം എന്നുള്ളതാണ് ഗ്രീൻ കെമിസ്ട്രിയുടെ ലക്ഷ്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ ഡിസൈൻ ഓഫ് കെമിക്കൽ പ്രൊഡക്ട്സ് ആൻഡ് പ്രോസസ്സസ് ദാറ്റ് റെഡ്യൂസ് or eliminate the use and generation of hazardous substances. ഹസാർഡസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളുടെ അളവ് പരമാവധി കുറച്ചുകൊണ്ട്, കെമിക്കലുകളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട്, പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള വസ്തുക്കളിലൂടെ പഴയ ഓർഗാനിക് റിയാക്ഷനുകളെ തന്നെ എങ്ങനെ നമുക്ക് പുതിയ രീതിയിൽ ചെയ്യാമെന്നുള്ളത് ഒരു ആശയമാണ് ഗ്രീൻ കെമിസ്ട്രി മുന്നോട്ട് വയ്ക്കുന്നത്. ഗ്രീൻ കെമിസ്ട്രി എംഫസിസ് the design and creation of chemicals that are not hazardous to people or the environment. കെമിക്കലുകൾ ഒരു കാരണവശാലും, ഗ്രീൻ കെമിസ്ട്രി മുന്നോട്ട് വയ്ക്കുന്ന കെമിക്കലുകൾ ഒരു കാരണവശാലും മനുഷ്യർക്കോ പ്രകൃതിക്കോ യാതൊരുവിധ കുഴപ്പങ്ങളും
വരുത്താത്ത രീതിയിലാണ് ഗ്രീൻ കെമിസ്ട്രി എന്ത് ചെയ്യുന്നത്, അതിന്റെ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഗ്രീൻ കെമിസ്ട്രി ഒരു ഗ്രീൻ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു 12 പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഒരു 12 പോയിന്റുകളുണ്ട്. എന്താണ് 12 പോയിന്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രീൻ കെമിസ്ട്രിയുടെ കെമിക്കൽസ് പരമാവധി കുറയ്ക്കുക, ഒരു 10 സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുന്ന റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു സ്റ്റെപ്പിൽ ചെയ്ത് തീർക്കുക. കാരണം 10 സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുമ്പോൾ അത്രയും കെമിക്കൽ വേസ്റ്റേജ് ആണ്, അത്രയും വേസ്റ്റുകൾ വരുന്നുണ്ട്. ഒരു സ്റ്റെപ്പിൽ തീരുമ്പോൾ അത്ര മാത്രം വേസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പൈസ കുറച്ചുകൊണ്ട്, പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള സോൾവെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട്, സ്റ്റെപ്പുകൾ കുറച്ചുകൊണ്ട്, എങ്ങനെ കാറ്റലിസ്റ്റുകളുടെ സഹായത്താൽ, ഉൾപ്രേരകങ്ങളുടെ സഹായത്താൽ നമുക്ക് എങ്ങനെ കെമിസ്ട്രി എക്സ്പെരിമെന്റുകളെ ഡിസൈൻ ചെയ്യാം എന്നുള്ള ഒരു ആശയമാണ് ഗ്രീൻ കെമിസ്ട്രി മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി വൈ ഗ്രീൻ കെമിസ്ട്രി? ഗ്രീൻ കെമിസ്ട്രി എന്തിനാണ്? ഗ്രീൻ കെമിസ്ട്രി ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കിട്ടാനുള്ള കാരണം, ഒന്ന്, കെമിക്കൽ ഹസാർഡ്നെസ് കുറയ്ക്കുന്നു, കെമിക്കലുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നു, മീറ്റിംഗ് ചീപ്പർ ആൻഡ് പ്രോഫിറ്റബിൾ എൻവയോൺമെന്റൽ ഗോൾസ്, വളരെ ലാഭകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രകൃതിയുടെ എൻവയോൺമെന്റൽ ഗോൾസ് എന്ന് പറയുന്നത് പ്രകൃതിക്ക് ഇണങ്ങി ജീവിക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ കെമിസ്ട്രി എക്സ്പെരിമെന്റുകളെ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആശയം ഗ്രീൻ കെമിസ്ട്രിയാണ് കൊണ്ടുവരുന്നത്. മേക്കിംഗ് കമ്പനീസ് ടു കംപ്ലൈ വിത്ത് ദ ലാ ഫോർ എൻവയോൺമെന്റൽ സേഫ്റ്റി, കമ്പനികളെയും എൻവയോൺമെന്റൽ സേഫ്റ്റി എന്നുള്ള രീതിയിൽ പരീക്ഷണങ്ങൾ എങ്ങനെ നമുക്ക് തീർക്കാം എന്നുള്ള ആശയവും ഗ്രീൻ കെമിസ്ട്രിയാണ് കൊണ്ടുവരുന്നത്. ക്യാൻ ബി അപ്ലൈഡ് ടു, കമ്പനികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഇന്ന രീതിയിലൊക്കെ ചെയ്താൽ മതി, പൊല്യൂഷൻ നമുക്ക് കുറയ്ക്കാം, അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഗ്രീൻ കെമിസ്ട്രിയുടെ സയന്റിസ്റ്റുകളാണ്. ക്യാൻ ബി അപ്ലൈഡ് ടു ആൾ കൈൻഡ് ഓഫ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്, എല്ലാ തരത്തിലുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പരിഹരിക്കാനായിട്ട് കഴിയും. ഇതിന്റെ ആപ്ലിക്കേഷൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഗ്രീൻ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ഡ്രൈ ക്ലീനിങ് ഓഫ് ക്ലോത്ത്സ്. പണ്ട് കാലത്ത് ഡ്രൈ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോമ്പൗണ്ട് ടെട്രാക്ലോറോ എത്തീൻ എന്ന് പറയുന്ന CCl2 ഡബിൾ ബോണ്ട് CCl2 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് ഹൈലി ടോക്സിക് ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈ ക്ലീനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇത് വാട്ടർ പൊല്യൂഷൻ, ഹൈലി വാട്ടർ പൊല്യൂട്ടന്റ് ആണ്. നമുക്കറിയാം വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നതിൽ വലിയൊരു അളവ് വഹിക്കുന്ന ഒരു സാധനമാണ് എന്ന് പറയുന്നത് ടെട്രാക്ലോറോ എത്തീൻ എന്ന് പറയുന്നത്. അപ്പൊ ആ കോമ്പൗണ്ടിനെ, ടോക്സിക് ആയിട്ടുള്ള, പോയിസണസ് ആയിട്ടുള്ള ടെട്രാക്ലോറോ എത്തീൻ എന്ന് പറയുന്ന ഈ കോമ്പൗണ്ടിനെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ലിക്വിഫൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ലിക്വിഡ് രൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് മനുഷ്യരുടെ പ്രകൃതിക്കോ യാതൊരുവിധ കുഴപ്പങ്ങളും വരുത്താത്ത ഒരു സാധനമാണ്. സോ നോ പ്രോബ്ലം. അടുത്തത്, ബ്ലീച്ചിങ് ഓഫ് പേപ്പർ. പണ്ട് കാലത്ത് ക്ലോറിൻ ഗ്യാസ് ഉപയോഗിച്ചാണ് പേപ്പർ ബ്ലീച്ച് ചെയ്തുകൊണ്ടിരുന്നത്. പേപ്പർ ബ്ലീച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പറിനെ നമുക്കറിയാം വുഡ് പൾപ്പിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, മരത്തിന്റെ കറയിൽ നിന്നാണ് നമ്മൾ പേപ്പർ ഡിസൈൻ ചെയ്യുന്നത്, അല്ലേ? അപ്പൊ മരത്തിന്റെ കറ നിങ്ങൾക്കറിയാം ഒരു പ്രത്യേക കളറാണ്. അതിൽ നിന്ന് വൈറ്റ് കളർ പേപ്പർ ആക്കണമെങ്കിൽ ആ ഒരു കളറിനെ നമുക്ക് ഇല്ലാതാക്കണം, ഡീകളറൈസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ അതിൽ ക്ലോറിൻ ഗ്യാസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പണ്ട് കാലത്ത്. പക്ഷെ ക്ലോറിൻ ഗ്യാസ് 2ാം ലോക മഹായുദ്ധ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്യാസ് വെപ്പൺ ആയിരുന്നു. ഒരു ഗ്രീനിഷ് യെല്ലോ കളർ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്, ഹൈലി ടോക്സിക് ആയിട്ടുള്ള, ഹൈലി പോയിസണസ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് എന്ന് പറയുന്ന ക്ലോറിൻ ഗ്യാസ്. ആ ക്ലോറിൻ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പണ്ട് കാലത്തൊക്കെ പേപ്പർ ബ്ലീച്ച് ചെയ്തുകൊണ്ടിരുന്നത്. പേപ്പർ ബ്ലീച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പേപ്പറിന്റെ കളർ മാറ്റി വൈറ്റ് കളർ ആക്കി മാറ്റി. ഇപ്പോ നമ്മൾ ടോക്സിക് ആയിട്ടുള്ള ക്ലോറിൻ ഉപയോഗിക്കാറില്ല. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഇപ്പോൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഉപയോഗം എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് എൻവയറമെന്റൽ ഫ്രണ്ട്ലിയാണ്. എങ്ങനെയാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് എൻവയറമെന്റൽ ഫ്രണ്ട്ലി ആവുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്ത് 2 വാട്ടറും ഓക്സിജനുമായിട്ട് മാത്രമേ മാറത്തുള്ളൂ. ഈ ഓക്സിജനും വാട്ടറും ഒന്നും പ്രകൃതിക്കൊന്നും യാതൊരുവിധ കുഴപ്പവും വരുത്തുന്ന സാധനങ്ങളല്ല. അപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ നമുക്ക് ക്ലോറിൻ ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ക്ലോറിൻ ഗ്യാസിന് വരെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുക എന്നുള്ള ആശയം കൊണ്ടുവന്നത് ഏത് ആണ്? ഗ്രീൻ കെമിസ്ട്രി. ഇനി ഈ CH3CHO എന്ന് പറയുന്ന സാധനം, CH3CHO എന്ന് പറയുന്ന എത്തനാളാണ്. ഈ എത്തനാള് പണ്ട് കാലത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത് കുറേയധികം സ്റ്റെപ്പുകൾ വഴിയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോ എത്തീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്, CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്ന കോമ്പൗണ്ടിലേക്ക് ഓക്സിജൻ ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് എത്തനാൾ. നമുക്ക് എന്ത് കിട്ടൂടെ? എത്തനാൾ കിട്ടും. എത്തീനിലേക്ക് ഓക്സിജൻ ഗ്യാസ് പാസ് ചെയ്യുന്നു. ചുമ്മാ ഓക്സിജൻ ഗ്യാസ് അങ്ങോട്ട് പാസ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട. എത്തീനിലേക്ക് ഓക്സിജൻ ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ കാറ്റലിസ്റ്റ് കൊടുക്കണം കേട്ടോ. പലേഡിയം 2 കോപ്പർ 2, പലേഡിയം 2 കോപ്പർ 2 എന്ന് പറയുന്ന 2 മെറ്റലുകൾ. പലേഡിയം 2 എന്ന് വെച്ചാൽ പലേഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 എന്നാണ്. കോപ്പർ 2 എന്ന് വെച്ചാൽ കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 എന്നാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത മിക്സ്ചർ വാട്ടറിൽ എടുത്തിട്ട് അതാണ് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ എത്തീനും ഓക്സിജനുമായിട്ട് ചേർന്ന് പെട്ടെന്ന് തന്നെ എന്തായിട്ട് മാറും? എത്തനാളായിട്ട് മാറും.
ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് മാറും വിത്ത് എബോ 90% എഫിഷ്യൻസി. 90% മുകളിൽ എഫിഷ്യൻസിയോടുകൂടി. അതായത് 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൽ 90 ഗ്രാമും പ്രൊഡക്റ്റ് ആയി മാറാൻ 10 ഗ്രാം വേസ്റ്റ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ നേരത്തെയൊക്കെ 100 ഗ്രാം എടുത്തിരുന്നുണ്ടെങ്കിൽ ഗ്രീൻ കെമിസ്ട്രിയുടെ മുൻപൊക്കെ ഇതേ പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. എത്തനാൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അസറ്റാൽഡിഹൈഡ് അല്ലെങ്കിൽ എത്തനാൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി 10-15 സ്റ്റെപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അത്രയും കെമിക്കൽസ് വേസ്റ്റ് ആയിക്കൊണ്ടിരുന്ന സമയത്ത് ആണ് ഈ ഗ്രീൻ കെമിസ്ട്രി വരുന്നത്. അപ്പൊ ഗ്രീൻ കെമിസ്ട്രി വന്നിട്ട് പറഞ്ഞു എത്തനാളും ഓക്സിജനുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ പലേഡിയവും കോപ്പറും ചേർത്ത് ഒരു കാറ്റലിസ്റ്റ് എടുത്ത് വെള്ളത്തിലിട്ട് കലക്കി ഇതിനോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ എന്തായിട്ട് മാറും? എത്തനാളായി മാറും വിത്ത് 90% ഓഫ് എഫിഷ്യൻസി. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങള് ഈ ഒരു 3 ആപ്ലിക്കേഷൻസ് നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 ആപ്ലിക്കേഷൻസ് പരീക്ഷയ്ക്കുണ്ടാവും. അപ്പൊ ഇത്രയും ടോപ്പിക്കാണ് നിങ്ങളുടെ എൻവയറമെന്റൽ കെമിസ്ട്രിയുടെ ഫോക്കസ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി പഠിച്ചാൽ മതി. ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ എൻവയറമെന്റൽ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു പുതിയ ചാപ്റ്ററുമായിട്ട് അടുത്ത സെഷനിൽ കാണാം. അതുവരെ ബൈ.